ഹായ് ഫ്രണ്ട്സ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നത് നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത്. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് പുതിയ മോഡൽ നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും എല്ലാം ഞാൻ ഉൾപ്പെടുത്താം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു കുർത്തിയാണ്. അപ്പൊ വയറുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു കുർത്തിയാണ്. അപ്പൊ 43 ഇഞ്ച് ലെങ്തിലാണ് ഞാൻ ഈ കുർത്തി തയ്ക്കുന്നത്. അപ്പൊ ആ കുർത്തിയുടെ പുറം ഭാഗത്തായിട്ട് ഒരു ചെറിയ കോട്ട് പോലൊക്കെ ഉണ്ടാവും. അപ്പം ഇത് 3 പീസായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതൊരു നൈറ്റി മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് 270 സെന്റിമീറ്റർ തുണി ഇതുണ്ട്. അപ്പൊ ഈ മെറ്റീരിയലില് നമുക്ക് എങ്ങനെയാണ് ഒരു കുർത്തി കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ആദ്യം ഫുൾ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ എടുക്കുന്നത് 43 ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് ആവശ്യം 43 ഇഞ്ച് ലെങ്ത് ആണ്. അപ്പം 42 ഇഞ്ച് ലെങ്ത് എനിക്ക് ആവശ്യമുള്ളൂ. ഞാൻ അതിന് 44 ഇഞ്ച് ലെങ്തിലാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പൊ 44 ഇഞ്ച് ലെങ്ത് ഞാൻ അടയാളപ്പെടുത്തിയ 44 ഇഞ്ച് ലെങ്ത് എടുത്തു. ഇനി നമുക്ക് പഴയതുപോലെ നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ കുർത്തിക്ക് എടുക്കുന്ന പോലെ ഷോൾഡർ അടയാളപ്പെടുത്താം. ഷോൾഡർ 7 ഇഞ്ച് ഷോൾഡർ. 7 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഇനി ആംപോള് 7 ഇഞ്ച്. ആംപോൾ 7 ഇഞ്ച് എടുത്തു. ആംപോൾ 7 ഇഞ്ച് എടുത്തു. രണ്ടര ഇഞ്ച് കഴുത്തകലം. 2.5 ഇഞ്ചാണ് ഞാൻ കഴുത്തകലം എടുത്തത്. 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു. ഇനി ചെസ്റ്റ് വണ്ണം 10 ഇഞ്ചാണ്. അപ്പൊ 10 ഇഞ്ചിന്റെ കൂടെ 10 ഇഞ്ച്, അതിന്റെ കൂടെ ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. ഇനി നമുക്ക് വരുന്ന ഷേപ്പ് വണ്ണം മുകളിൽ നിന്ന് താഴോട്ട് 14 ഇഞ്ച്. ഞാൻ കുർത്തിയൊക്കെ തയ്ക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് മുകളിൽ നിന്ന് താഴോട്ട് 14 നമ്മൾ ഷേപ്പ് വണ്ണമാണെന്ന്. അപ്പൊ ഷേപ്പ് വണ്ണം 9.5. അപ്പൊ 9.5 ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ടു. അപ്പം ഇതിന്റെ അളവെന്ന് പറയുന്നത് ഇത്രയും മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുവാണ്. അംബ്രല്ല കട്ടാണ്. താഴോട്ട് നമ്മൾ ചരിച്ച് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ആംപോളിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ആംപോള് നമ്മൾ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് എടുക്കുമ്പോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ ബാക്ക് പീസ് ഇട്ടാണ് വെട്ടിപ്പോകുന്നത്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ബാലൻസ് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു ശകല ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാത്തിനും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഒന്നുകൂടെ കാണിക്കുക. കട്ട് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മൾ സാധാരണ ഒരു കുർത്തിയിടത് പോലെ, അംബ്രല്ല കട്ട് കുർത്തിയിടത് പോലെ നമ്മൾ ഇതിനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ 2 പീസാണ്, ഫ്രണ്ടും ഉണ്ട് ബാക്കും ഉണ്ട്. അപ്പൊ ഫ്രണ്ടില് ഇതാണ് കോട്ട് പോലെ ഒരു പീസാണ് കോട്ട് പോലെ വരുന്നത്. അപ്പം ഇത് വെച്ച് തന്നെ നമ്മള് ബാക്കിലും ഇതിപ്പോ 2 പീസ് ഉണ്ട്, ബാക്കിൽ തന്നെ ഉള്ളില് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതകത്തിടാനുള്ള പീസ് ഇതാണ്. അപ്പം ഇതിന്റെ ഒരു പീസ് നമുക്ക് മതി. 2 പീസ് വേണ്ട, ഒറ്റ പീസ് നമുക്ക് മതിയേ.
കട്ടിങ്ങിന്റെ വീഡിയോയും സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയും ഞാൻ ഒന്നിച്ചിടാത്തത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം കട്ടിങ്ങിന്റെ വീഡിയോ, ഒരു ദിവസം സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോയും കൂടി ഇടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നിച്ച് ഉൾപ്പെടുത്താവേ. ഇതാ ഇങ്ങനെ നമ്മളൊന്ന് ഇട്ടിട്ട് നേരെ വിരിച്ചിട്ട് ഇനി നമുക്ക് ഈ പീസ് വെച്ച്, ഇതിപ്പോ 2 പീസ് ഫ്രണ്ടും ബാക്കും ഉണ്ട്, ഈ പീസ് വെച്ച് നമുക്ക് ഉള്ളിലെ പീസും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസും കൂടെ, ഇതാണ് ഉൾഭാഗത്ത് വരുന്നത്. ഈ പീസ് വെച്ച് നമുക്ക് ഇതിനെ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പൊ ഇത് നമ്മൾ 3 പീസായി. ഇത് ഉള്ളിലേക്കുള്ള പീസ്, ഇത് നമുക്ക് പുറമേ ഉള്ളത് 2 പീസ് ഫ്രണ്ടും ബാക്കും. ഇതിൽ നമുക്ക് ഒരു പീസ് അങ്ങ് എടുത്ത് മാറ്റാം. ഇത് നമ്മള് ബാക്കിന് വേണ്ടിയിട്ട് നെക്ക് കട്ട് ചെയ്യാം. ഞാനിതിന് വേണ്ട കഴുത്തകലം എടുക്കുന്നത് 2.5 ഇഞ്ച്, ബാക്ക് നെക്കിന്റെ ലെങ്ത് എടുക്കുന്നത് ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. ബാക്ക് നെക്കിന്റെ ലെങ്ത് 5.5 ഇഞ്ച്. നമുക്ക് ഇതൊരു ബോക്സ് പോലെ വരച്ചിട്ട് നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഈ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. വേണ്ട അപ്പൊ ബാക്കിലുള്ള നെക്ക് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് ആണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഫ്രണ്ടില് ഈ ഭാഗമാണ് ഉള്ളിലോട്ട് കിടക്കുന്ന ഭാഗം. ഞാൻ പറഞ്ഞില്ലേ, വയറൊക്കെ ഉള്ളവർക്ക് പുറമേ കാണാൻ പറ്റാത്ത വിധത്തില് ഉള്ളിലോട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇത്. ഇത് ഉള്ളിലോട്ട് കിടക്കുന്ന ഒരു പീസാണ്. അത് നമുക്ക് 2.5 ഇഞ്ച് കഴുത്തകലം ഞാൻ എടുത്തു. ഇതിന് ഞാനൊരു 6.5 ഇഞ്ച് കഴുത്ത് ലെങ്ത് കൊടുക്കുന്നുണ്ട്, ഇറക്കം കൊടുക്കുന്നുണ്ട്. 6.5 ഇഞ്ച് എടുത്തു. അതിന് 2.5 ഇവിടെ ഒരു 2.25 ഇഞ്ച് വൈഡിലാണ് ഞാൻ എടുത്തത്. 2.25 ഇവിടെ 2 എടുത്തു, ഇവിടെ 2.25 എടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ഒക്കെ എടുക്കാം. ഞാനിപ്പോ 2.25 എടുത്തിട്ടുള്ളൂ. അപ്പം ഇതൊരു യു ഷേപ്പിലല്ല, ഇതൊരു വി പോലത്തെ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ്, ഒത്തിരി അങ്ങ് യു പോലെ ആക്കിയില്ല. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് ഫ്രണ്ട് പീസ് ആണ്. ഇത് കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് മെയിൻ പീസ്, ഇതിന്റെ മുകളിൽ വരുന്ന പീസ്. അത് സ്റ്റിച്ച് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഞാൻ എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇനി ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണ്. അപ്പം നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പം കറണ്ട് പോയത് കാരണം നമ്മൾ അവിടെ നിന്ന് മാറി ഇപ്പം ഈ ഇപ്പുറത്തെ കടയിലോട്ട് നമ്മളിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പം ഇതിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം അതിന്റെ ഇത് ബാക്ക് സൈഡും അതിനുള്ളിൽ വരുന്ന പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന്റെ ഫ്രണ്ടിലത്തേത്, ഇതിന്റെ ഫ്രണ്ടിൽ നമ്മൾ 2.5 ഇഞ്ച് 2.5 ഇഞ്ച് കഴുത്തകലം എടുത്തു. ഇനി ഇതിന്റെ കഴുത്തിന്റെ ലെങ്ത് വരുന്നത് ഞാനൊരു 8.5 ഇഞ്ച് ലെങ്ത് ഞാൻ ഈ കഴുത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. 8.5 ഇഞ്ച് നമ്മൾ അവിടെ ഇവിടെ 2.5 എടുത്തു, ഇവിടെ 2.25 എടുത്ത് നമ്മളൊരു
ബോക്സ് പോലെ അതും വരച്ചിടുക. അപ്പോൾ ഉള്ളിലോട്ടുള്ള കഴുത്തിന് നമ്മൾ 6.5 ഇഞ്ചാണ് എടുത്തത്. ഇവിടെ ഈ ഫ്രണ്ടിലുള്ള ഇതിന് 8.5 എടുത്തേ. അതും നമ്മൾ ഒരു വി ഷേപ്പ് മോഡൽ തന്നെ, യു പോലെ ആക്കിയില്ല, ഒരു വി ഷേപ്പ്, യു അല്ലാത്തൊരു ഈ മോഡലിൽ ഈ മോഡലിലാണ് നമ്മളത് വരച്ചതേ. ഇനി നമുക്കിതെങ്ങനെ നമ്മളിത് കട്ട് ചെയ്ത് നോക്കാം. ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഇവിടെ ഓപ്പൺ കൊടുക്കുവാണ്. ഈ ഫ്രണ്ട് പീസിനെ ഓപ്പൺ കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 2 പീസാക്കി അതിനെ മാറ്റുവാണ്. നമ്മളിതിനെ 2 പീസാക്കി മാറ്റി. 2 പീസാക്കി മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ ഈ കൈക്കുഴിയൊന്നും എടുത്ത് വെട്ടും, പിന്നെ നമുക്ക് സ്ലീവ് വെട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് വീഡിയോ. നാളെ ഞാൻ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ചെയ്യുന്നത് ഈ നെക്കിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് ഈ നെക്ക് നമ്മൾ അടിച്ച് മറിച്ചുകൊണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് ഇവിടെ നമ്മളൊരു പടി വെച്ച് കൊടുക്കും. താഴെ വരെ 2 ഇഞ്ചിൽ പടി വെച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് മടക്കി അടിച്ചു കൊടുക്കും. ഈ സൈഡും അതുപോലെ മടക്കി അടിച്ചു കൊടുക്കും. എന്നിട്ട് ഈ നെക്ക് വന്ന് അവസാനിക്കുന്നിടത്ത് ഒരു കെട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് രണ്ടും 2 സൈഡിലോട്ടും മാറിക്കിടക്കും. ഇതിൻ്റെ നടുക്കായിട്ട് ഈ പീസും വരും. ഇതിങ്ങനെ സെൻറ്ററിൽ വരും. ഇത് 2 സൈഡിലോട്ട് കിടക്കും, കോട്ട് പോലെ. അപ്പം നിങ്ങൾക്ക് ഇത് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നാളെ ഞാനിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇടാം. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ, ഇപ്പോൾ ഇത്രയും ക്ലാസ്സുകളിൽ ഞാൻ കട്ടിങ് വീഡിയോ, പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് വീഡിയോ വേറെയാണ് ഇട്ടത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇട്ടത്. ഇനി കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടെ ഒരൊറ്റ വീഡിയോ ആക്കി ഞാനിടാൻ നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ.